ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് എറണാകുളം ജില്ലയിൽ തിരുവാങ്കുളം എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ദൈവദാസനെ കാണുവാനായിട്ടാണ് വന്നത്. അദ്ദേഹം വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെ എല്ലാ പ്രഭാതത്തിലും ദൈവവചനം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഇന്ന് ഈ ദൈവദാസൻ്റെ ജീവിതാനുഭവം നമുക്ക് തീർച്ചയായും ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതിനെ താമസിക്കുന്ന സ്ഥലം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ജീസൻ എന്നാണ്. ഞാൻ താമസിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തിരുവാങ്കുളം പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത് വെട്ടിക്കൽ IPC മോറിയ സഭയിലാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KP വർഗീസിനോട് കൂടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. എൻ്റെ വീട്ടിൽ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. വീട്ടിൽ അപ്പയും അമ്മയും ഉണ്ട്. ഞങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു. പാസ്റ്റർ, ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നത്? ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് യാക്കോബായ പശ്ചാത്തലത്തിലാണ്. ഓക്കെ, മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. വീട്ടിൽ അപ്പ ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു. ഞങ്ങളെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്, പഠിപ്പിച്ചത്. പാസ്റ്റർ പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചത് പ്രാഥമികമായ വിദ്യാഭ്യാസം കഴിഞ്ഞത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചോറ്റാനിക്കര എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ഓക്കെ. അപ്പോൾ ഈ യാക്കോബായ സഭയിൽ ജനിച്ചു വളർത്തപ്പെട്ട പാസ്റ്റർ പിന്നീട് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? സത്യത്തിൽ ഞാൻ ഈ വചനസത്യം ഗ്രഹിക്കുന്നത് ഒരു സുവിശേഷ യോഗത്തിൽ വെച്ചിട്ടാണ്. ഞാൻ 2008 തൃശ്ശൂരിൽ നടന്ന ഒരു കൺവെൻഷനിൽ വെച്ചിട്ടാണ് സുവിശേഷം കേൾക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത് ഒരു മരണവാർത്തയാണ്. ഒരു വ്യക്തിയുടെ മരണമാണ് അന്നവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഞാനത് കേൾക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. അത് പറയണമെങ്കിൽ എൻ്റെ വീടിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊക്കെ ഒന്ന് കടന്നു പോകേണ്ടതുണ്ട്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട വീടിൻ്റെ പശ്ചാത്തലം പറഞ്ഞാൽ, എൻ്റെ വീട് ഞാൻ പറഞ്ഞല്ലോ തിരുവാങ്കുളത്താണ്. ഞങ്ങളുടെ വീട്ടിൽ 10 സെൻറ്റ് സ്ഥലമാണ്. നല്ലൊരു വീടാണ്. പക്ഷേ ഞാൻ ജനിച്ചു വീണ മണ്ണിൽ മദ്യം അടിമത്വം നടത്തിയ ഒരു മണ്ണായിരുന്നു. എൻ്റെ അപ്പനൊക്കെ മദ്യപാനത്തിനൊക്കെ അടിമപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ജനനം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. എൻ്റെ ഓർമ്മയിൽ ഒരു 5 പ്രാവശ്യം ഞങ്ങൾ വാടക വീട്ടിൽ പോയിട്ടുണ്ട്. അത്രത്തോളം മാനസികമായി തകർന്ന ഒരു ബാല്യകാലമാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു വീടുണ്ട്. എൻ്റെ വീടിന് നല്ലൊരു മുറ്റമുണ്ട്. എൻ്റെ വീട്ടിൽ നല്ലൊരു ഡൈനിങ് ടേബിളുണ്ട്. എന്നാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരുവാനോ എൻ്റെ വീടിൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാനോ എനിക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ ഒരു കൊച്ചുമുറിയുണ്ട്. അവിടെയുള്ള ഒരു കൊരണ്ടി പലകയിലിരുന്നാണ് ഞാനും എൻ്റെ സഹോദരിയും ഭക്ഷണം കഴിച്ച് വളർന്നത്. അല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? മദ്യമാണ്. മദ്യം അത്രത്തോളം ഞങ്ങളുടെ കുടുംബത്തെ തകർത്ത ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ വളരുമ്പോൾ എനിക്ക് വേണ്ടതുപോലെ സംസാരിക്കുവാൻ കഴിയാത്ത ഒരു പ്രയാസം എൻ്റെ ബാല്യത്തിലുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ വിക്കനായിരുന്നു. വിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ജീസൻ എന്നാണ്. എൻ്റെ സ്വന്തം പേര് പോലും വേണ്ടതുപോലെ ഉച്ചരിക്കാൻ കഴിയാതെ ഞാൻ പ്രയാസപ്പെട്ട സമയങ്ങളുണ്ട്. ഞാൻ ഒരു BSc നേഴ്സ് ഗ്രാജുവേറ്റാണ്. എൻ്റെ നേഴ്സിംഗ് പഠനത്തിൻ്റെ ആദ്യത്തെ വർഷത്തിലൊരു 3 മാസം വരെ ഞാൻ വിക്കനായിരുന്നു. വിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് പറയാൻ തന്നെ ഞാൻ ഒത്തിരി സമയം എടുക്കുമായിരുന്നു. ജീസൻ എന്നാണ് പേരെങ്കിൽ അത് ഒത്തിരി പ്രയാസപ്പെട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് സമൂഹത്തിലിറങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടല്ല, ധൈര്യം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ അടിച്ചമർത്തപ്പെട്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർത്തപ്പെട്ടതുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് ഞാൻ തിരികെയല്ല,
അതൊക്കെ പിശാചിൻ്റെ പ്രവൃത്തികളായിരുന്നു. മദ്യത്തിൻ്റെ അടിമത്വത്തിൽ കിടന്നൊരു കുടുംബമായതുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെ സംസാരിക്കുവാൻ കഴിയില്ലായിരുന്നു. സമൂഹത്തിലിറങ്ങി ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അത്രത്തോളം തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോയ സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ പഠനവും എൻ്റെ തുടർന്നുള്ള ജീവിതമൊക്കെ മുൻപോട്ട് പോയത്. അങ്ങനെ ഞാൻ വളർന്ന സാഹചര്യത്തിൽ എൻ്റെ പിതാവ് എന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു യാക്കോബായ പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയി ആക്കാനിടയായി. അവിടെ ഏകദേശം ഒരു 4-5 വർഷത്തോളം ഞാൻ അവിടെ ശുശ്രൂഷയിലായിരുന്നു, പള്ളിയിൽ ശുശ്രൂഷയിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പഠനത്തിനായിട്ട് തൃശ്ശൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് കൂട്ടുകാരില്ല. കാരണം ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നല്ലൊരു കൂട്ടുകാരനെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ കോളേജിൽ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ഡേ വന്നു. അതൊരു ഫ്രഷേഴ്സ് ഡേ ആണ്. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ അതൊരു റാഗിങ് ഡേ ആണ്. 250-ലധികം വരുന്ന കുട്ടികളുടെ മുൻപിൽ വന്നു നിന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. എല്ലാവരും അവരവരെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ അവരുടെ മുൻപിലും ഇതുപോലെ മുൻപിൽ വന്നു നിന്ന് മൈക്കെടുത്ത് പിടിച്ച് എൻ്റെ പേര് പറയണം, വീട് എവിടെയാണെന്നൊക്കെ പറയണം. പക്ഷേ എനിക്ക് വിക്കായിരുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബലഹീനത ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പേര് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ മൈക്കെടുത്ത് പിടിച്ചിട്ട് എൻ്റെ പേര് വന്നില്ല. ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു, ഒത്തിരി ഭാരത്തോടെ ഞാൻ പറയാൻ നോക്കി, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന നിമിഷത്തിൽ എല്ലാവരെയും ഇങ്ങനെ ഫേസ് ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് അവരുടെ മുൻപിൽ നിന്ന് വളരെ ഭാരത്തോടെ കരയേണ്ടി വന്നു. പേര് പറയാതെ തന്നെ മൈക്ക് തിരിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ കസേരയിലേക്ക് തിരിച്ചു മടങ്ങി. എൻ്റെ അപ്പനോ അമ്മയോ എനിക്കൊരു സഹോദരി കുടുംബമുണ്ട്, അവരൊന്നും ആ സംഭവ സ്ഥലത്തില്ല. ഞാൻ പഠിച്ചത് തൃശ്ശൂരാണ്. എൻ്റെ ജന്മസ്ഥലം ഞാൻ പറഞ്ഞു അത് തിരുവാങ്കുളമാണ്. അവർക്കൊന്നും ആ സമയത്ത് അവിടെ വരാൻ കഴിഞ്ഞില്ല. അതെൻ്റെ കോളേജിൽ നടന്ന ഒരു ഫംഗ്ഷനായിരുന്നു. എന്നാൽ എൻ്റെ ബാച്ചിൽ 49 കുട്ടികളുണ്ട്. ഈ 49 കുട്ടികളും മുൻപിൽ വന്ന പേര് പറഞ്ഞ ശേഷം എന്നെ അവർ വീണ്ടും മുൻപിലേക്ക് വിളിച്ചു. എന്നോട് പേര് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അത് റാഗിങ് ഡേ ആയിരുന്നു. അങ്ങനെ വലിയ ഭാരത്തോടെ വീണ്ടും മുൻപിൽ വന്ന് നിൽക്കേണ്ടി വന്നു. വളരെ തകർന്ന ഒരു സമയമായിരുന്നു. മാനസികമായി ഓൾറെഡി നമ്മൾ തകർന്ന ഒരു അനുഭവത്തിലാണ് വളർന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ വന്നപ്പോൾ നമുക്ക് ഒത്തിരി പ്രയാസമുണ്ടായി. അങ്ങനെ മുൻപിൽ വന്നു നിന്ന് വളരെ പ്രയാസത്തോടെ തന്നെ ഞാൻ ഉറക്കെ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് ജീസൻ. എനിക്കറിയാം, എൻ്റെ ആ കോളേജിൽ അവിടെ ഇരുന്ന ഒരു സീനിയറായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് പുറകിൽ നിന്നൊരു കൊയിൻ എടുത്ത് മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവൻ്റെ പേര് ജീസൻ എന്നാണ്, അവനോട് പോയി ഇരിക്കാൻ പറയാൻ പറഞ്ഞു. അത് ആദ്യ പ്രാവശ്യം വന്നപ്പോഴാണ്. അങ്ങനെ അത്രത്തോളം ഞാൻ നിന്ദിക്കപ്പെടുന്നൊരു പുൾപിറ്റായിരുന്നു അത്. അങ്ങനെ വളരെ ഭാരപ്പെട്ട എൻ്റെ പേര് പറഞ്ഞ അനന്തരം ഞാൻ എൻ്റെ കസേരയിലേക്ക് വീണ്ടും നടക്കുകയാണ്. അടുത്തതൊരു പാട്ടാണെന്ന് വിളിച്ചു പറഞ്ഞു. അത് പാടാൻ പോകുന്നത് ഞാനാണ്. എൻ്റെ പേര് ജീസൻ എന്നാണ്. ജീസനാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ വലിയ ചിരിയുണ്ടായി. എല്ലാവരും ചിരിക്കുകയാണ്, കാരണം റാഗിങ് ഡേ ആണ്. അങ്ങനെ ഞാൻ വീണ്ടും മുൻപിലേക്ക് വന്നു നിന്നു. ദൈവത്തിൻ്റെ കൃപ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഞാൻ ഇന്ന് വരെ പാടുമ്പോൾ വിക്കിയിട്ടില്ല. അതൊരു കൃപയാണ്. ഇങ്ങനെ വിക്കുള്ളവർക്ക് പാടാൻ ദൈവം ഒരു കൃപ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുള്ള പലരും ഉണ്ട്. അങ്ങനെ മുൻപിൽ വന്ന് എന്നൊരു പാട്ട് പാടി. ശാന്ത തുറവെടുത്തു എന്നൊരു പാട്ടുണ്ട്. എൻ്റെ കാന്തനോട് ഏറ്റവും അടുത്തു. അതിലെ വരികൾ ഇങ്ങനെയാണ്: സ്വന്തം ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും യേശു നിന്നെ കൈവിടില്ല. ഞാൻ അത്രത്തോളം തകർച്ചയിലൂടെ പോകുന്ന സമയത്ത് പാടിയ പാട്ട് ശരിക്കും എൻ്റെ ജീവിത സാഹചര്യം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കണ്ണടച്ച് അപ്പോൾ തന്നെ കണ്ണുനീരോടുകൂടി ആ പാട്ട് പാടി കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ മുൻപിലിരുന്ന് അരമണിക്കൂറിന് മുൻപ് വരെ ചിരിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും കരയുകയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തായാലും അവർ പ്രതീക്ഷിച്ചത് ഞാൻ വിൽക്കുമെന്നാണ്. അത് കണ്ടില്ല. പിന്നെ പാട്ടിന് എന്തൊക്കെയോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാരണം ഒരാൾ കരയുക എന്ന് പറഞ്ഞാൽ അതിലൊരു ശക്തി ഉണ്ടല്ലോ, വെറുതെ നമുക്ക് കരയിക്കാൻ പറ്റില്ല. പിന്നെ അതൊരു ആത്മീയ ഗീതമാണ്, യേശുവിൻ്റെ സ്നേഹത്തെയൊക്കെ വിളിച്ചറിയിക്കുന്ന പാട്ടാണ്. അങ്ങനെ ഞാൻ ആ പാട്ട് പാടി കഴിഞ്ഞ് എൻ്റെ ചെയറിലേക്ക് ഞാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ ഹോളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാട്ട് വളരെ നന്നായിരുന്നു, ഞങ്ങൾക്കത് ഒത്തിരി സന്തോഷമായെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഞാൻ അവിടെ ഒരു 4 വർഷം പഠിച്ചു. 5 വർഷം ഇൻറ്റേൺഷിപ്പ് അടക്കം 5 വർഷം ഉണ്ടായിരുന്നു. അവിടെ ആ സമയങ്ങളൊക്കെയും എൻ്റെ കൂട്ടുകാർ അവിടെയുള്ള ലൈബ്രറിയിൽ ഒഴിവുള്ള സമയങ്ങളൊക്കെ കൊണ്ടുപോയി എന്നോട് ആ പാട്ട് പാടാൻ
ആ പാട്ട് പാടാൻ പറയാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കോളേജിലെ ഒടുവിലത്തെ ഫെയർവെല്ലിൻ്റെ സമയത്തും ഞാൻ ഈ പാട്ട് പാടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ ജനിച്ചു വളർന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വളരെ ബലഹീനായൊരു മനുഷ്യനായിരുന്നു. ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ ബലഹീനത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റാതിരിക്കുന്നത് എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വന്നിരിക്കുന്ന ഒരു കൃപയാണ്. ആ നിമിഷം മുതൽ ഞാൻ ധൈര്യത്തോടെ സംസാരിക്കുകയാണ്, ഞാൻ തല ഉയർത്തി നിൽക്കുകയാണ്. എനിക്ക് ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ദൈവം ബലം പകർന്നിരിക്കുകയാണ്. അന്നാണ് ഞാൻ ശരിക്കും തിരുവെഴുത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞത്. തിരുവെഴുത്തിലൊരു വചനം അന്ന് എന്നെ സ്പർശിച്ചു. അന്നു മുതൽ എനിക്ക് വചനത്തോട് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കോവിഡ് സമയം മുതൽ ഈ നിമിഷം വരെ 1700-ലധികം എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുന്നു. നിത്യജീവമൊഴികൾ എന്ന പേരിൽ ഞാൻ ഒരു 5 മിനിറ്റ് സന്ദേശം ലോകത്തിലേക്കൊക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ ജീവിതത്തെ വിടുവിച്ച വചനത്തിൻ്റെ ശക്തി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പങ്കുവയ്ക്കുന്നത്. തിരുവെഴുത്ത് പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ കാണുന്നത് പുറമേ ഉള്ളതാണ്, എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ തകർച്ച കാണുന്ന ഒരുവനേ ഉള്ളത് നമ്മുടെ കർത്താവാണ്. ശരിക്കും ദൈവം അങ്ങനെ കാണുമോ? ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ച ദൈവം കാണുമോ എന്നൊരാളോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയും, നിശ്ചയമായിട്ടും ദൈവം കാണും. ഈ ഭൂമിയിൽ ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും യേശു കൈവിടില്ല എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശു കൈവിടില്ല. നിങ്ങൾ എത്ര തകർച്ചയിലൂടെ കടന്നുപോയാലും യേശുവിൻ്റെ സ്നേഹത്തിന് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ യേശു എൻ്റെ നാവിനെ തൊട്ടതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യർ നമ്മോട് സാരമില്ലെന്ന് പറയും. നമ്മുടെ തോളിൽ തട്ടിയൊക്കെ നമ്മളോട് പറയും, ആശ്വസിപ്പിച്ചിട്ട് പറയും, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്നൊക്കെ പറയും. പക്ഷേ മനുഷ്യർക്ക് അത്ര പറ്റത്തുള്ളൂ. നമ്മുടെ തോളിൽ തട്ടാൻ പറ്റും, നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ തുടയ്ക്കാൻ പറ്റും. എന്നാൽ അതിലപ്പുറമായി നമ്മുടെ വിഷയത്തിൽ കയറി തൊടാൻ, നാവിനെ തൊടാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ, നമ്മുടെ ബലഹീനതകളെ തൊടാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ യേശു മാത്രമാണ്. പ്രിയപ്പെട്ടവർ, എന്നെ ജീവിപ്പിച്ചത് വചനമാണ്. സത്യമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതമാണ്. എനിക്കൊരു ജീവിതമുണ്ടായത്, എനിക്കൊരു ചിരി ഉണ്ടായത് ഞാൻ വചനവുമായിട്ടൊരു എൻകൗണ്ടർ വന്നപ്പോഴാണ്. ഞാൻ അന്ന് മുതൽ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വചനത്തിൻ്റെ ഇടമുണ്ട്. ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ നേഴ്സിംഗ് ഫീൽഡ് വിട്ടിട്ടാണ് സുവിശേഷ വേലയിലായിരിക്കുന്നത്. BSc നേഴ്സ് ആയിരുന്നു. ഞാൻ 7 വർഷം ജോലി ചെയ്തു. കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ഞാൻ 4 വർഷം ജോലി ചെയ്തു. മസ്കറ്റിൽ ആസ്റ്റർ ഹോസ്പിറ്റൽ 2 വർഷം ജോലി ചെയ്തു. അതിനെ തുടർന്നാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. അല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? തീർച്ചയായിട്ടും അത് ഞാൻ പറയാം. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന വിഷയത്തിൽ എൻ്റെ കോളേജിൽ 49 കുട്ടികളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായിരുന്നു 49ാമത്തെ സ്ഥാനക്കാരനായിരുന്നു. പഠിത്തത്തിൽ വളരെ പുറകിലായിരുന്നു. ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്താണ് പഠിക്കാൻ ശ്രമിച്ചത്. എൻ്റെ കോളേജിലെ എൻ്റെ 1ാം വർഷത്തിൽ നേഴ്സിങ്ങിൻ്റെ 1ാം വർഷത്തെ പരീക്ഷകളിൽ 3 ഇൻറ്റേർണൽ എക്സാമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഒടുവിൽ വരുന്നത് ഒരു ആനുവൽ എക്സാമാണ്. എനിക്ക് 7 സബ്ജക്റ്റാണ് ഫസ്റ്റ് ഇയറിലുള്ളത്. അതിൽ ആദ്യത്തെ ഇൻറ്റേർണൽ പരീക്ഷയ്ക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ജയിച്ചത് 2 സബ്ജക്റ്റിനാണ്. 5 സബ്ജക്റ്റ് തോറ്റുപോയി. എൻ്റെ പരീക്ഷാ പേപ്പറിൽ അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാനായിട്ട് എൻ്റെ പിതാവ് കോളേജിൽ വരുമായിരുന്നു. ഈ തോറ്റവരുടെ പിതാക്കന്മാരൊക്കെ വരണം. അങ്ങനെ എൻ്റെ അപ്പച്ചി വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്, വളർത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പച്ചി അങ്ങനെ ഒപ്പിടാൻ വരുന്നത് എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയുന്നൊരു കാഴ്ചയല്ലായിരുന്നു. എനിക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചി അങ്ങനെ വരരുതേ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയ സമയങ്ങളുണ്ട്. കാരണം ഞാൻ ആദ്യത്തെ ഇൻറ്റേർണലിൽ 5 സബ്ജക്റ്റിന് തോറ്റുപോയി. 2ാമത്തെ ഇൻറ്റേർണലിൽ 4 സബ്ജക്റ്റിന് തോറ്റുപോയി. 3ാമത്തെ ഇൻറ്റേർണലിൽ ഞാൻ വീണ്ടും 5 സബ്ജക്റ്റിന് തോറ്റുപോയി. അത്രത്തോളം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ തോൽവിയായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പച്ചി ഇങ്ങനെ വളരെ വേദനയോടെ ഭാരത്തോടെയൊക്കെ എൻ്റെ കോളേജിൽ ഇങ്ങനെ വന്നു പോകുന്നത് എൻ്റെ ഹൃദയത്തെ ശരിക്കും തകർത്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആനുവൽ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു, ആനുവൽ പരീക്ഷയ്ക്ക് ഒരിക്കലും തോക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ വന്നൊരാശയാണ് ഒന്ന് ജയിക്കണം, 7 സബ്ജക്റ്റിന് ജയിക്കണം. അങ്ങനെ വളരെ ആഗ്രഹത്തോടെ അപ്പോൾ തന്നെ ഒത്തിരി പരിശ്രമത്തോടെയൊക്കെ ഞാൻ പഠിച്ചു. നമുക്കറിയാലോ, ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരാൾ ജയിക്കുമോ? ഞാൻ ജയിച്ചില്ല കേട്ടോ, ഞാൻ ആനുവൽ പരീക്ഷയ്ക്കും തോറ്റുപോയി. പക്ഷേ എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാൻ തോൽക്കാൻ പാടില്ല, ഞാൻ തോൽക്കില്ല എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ അന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തിലേക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പയെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ല.
എൻ്റെ അപ്പയ്ക്ക് വലിയ ഭാരമായിരുന്നു. കാരണം ഞാൻ തോറ്റുപോയല്ലോ. കാരണം വീടിൻ്റെ പണി നടക്കുന്ന സമയമാണ്. അപ്പച്ചി ഞാൻ പറഞ്ഞല്ലോ, അപ്പച്ചി മീൻ കച്ചവടമാണ്. അങ്ങനെയുള്ള സാഹചര്യ പശ്ചാത്തലങ്ങളൊക്കെയാണ് വീടിൻ്റെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒക്കെ നടുവിൽ ഞാനും തോറ്റിരിക്കുന്നു. എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാനൊരു തോൽവിയാണെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ശക്തമായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഈ 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് മടങ്ങി പോവാണ്. എറണാകുളത്ത് നിന്ന് ഒരു പാസഞ്ചർ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഉള്ളിൽ ഈ തോട്ടുകൾ മനുഷ്യനെ തകർക്കുന്ന ചിന്തകളാണല്ലോ. തിരുവെഴുത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പോലും കാണാം, ഏലിയാവ് എന്ന് പറയുന്ന ശക്തനായ അഭിഷിക്തനെ കിടത്തിക്കളഞ്ഞത് ചിന്തകളാണ് അല്ലേ. 24 മണിക്കൂറിനുള്ളിൽ നിന്നെ തീർക്കുമെന്നൊരു ശബ്ദത്തിന് മുമ്പിലാണ് കടന്നുപോയത്. അപ്പോൾ നമ്മൾ എത്ര ശക്തരാണെന്ന് പറഞ്ഞാലും ചിന്തകൾക്ക് നമ്മെ തളർത്താൻ കഴിയും. ചിന്തകളാണ് നമ്മെ വളർത്തുന്നത്, ചിന്തകളാണ് നമ്മെ തളർത്തുന്നത്. അപ്പോൾ ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് എൻ്റെ ഉള്ളിൽ മുഴുവൻ ഈ ചിന്തകളാണ്. ഞാനൊരു തോൽവിയാണ്. നമ്മുടെ മനസ്സ് ഏറ്റവും ബലഹീനമായിരിക്കുന്ന സമയത്താണ് പിശാച് നമ്മുടെ അകത്ത് കിടക്കുന്നത്. നെഗറ്റിവിറ്റി പിശാച് അകത്ത് കിടക്കുന്നത്. ബൈബിൾ പറയുന്നു പിശാച് നമ്മുടെ അകത്ത് കിടക്കുന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമാണ്. അല്ലാതെ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനല്ല. അത് കള്ളൻ വരുന്നില്ല. പിശാചിനെ കള്ളൻ എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. മോഷ്ടിക്കാൻ വരുന്നവനാണ്, അറുക്കാൻ വരുന്നവനാണ്. ഈ ലോകത്തിലെ കള്ളൻ വരുന്നത് നമ്മുടെ ഭൂമിയിലെ ഏതെങ്കിലും മെറ്റീരിയലായിട്ടുള്ള വിലപിടിപ്പുള്ള എന്തെങ്കിലും എടുക്കാനാണെങ്കിൽ, ബൈബിൾ വിശേഷിപ്പിക്കുന്ന ഈ കള്ളൻ വരുന്നത് നമ്മുടെ ജീവനെ അപഹരിക്കാനാണ്. പിശാചിനറിയാം ഈ ഭൂമിയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണെന്ന്. അത് നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ജീവനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഏറ്റവും തകർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പിശാച് മന്ത്രിക്കാൻ തുടങ്ങി. നീ ഒരിക്കലും ജയിക്കത്തില്ല, നീ പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്, കഴിഞ്ഞ 1 വർഷമായിട്ട് നീ ജയിച്ചിട്ടില്ല, നിനക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തകൾ എൻ്റെ അകത്ത് വന്നപ്പോൾ എനിക്ക് 1 വർഷത്തിൽ ഈ പരാജയങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് എനിക്ക് ആ ചിന്തകളെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്കൊന്ന് ചവിട്ടി കയറാമല്ലോ. നമ്മളൊരു നല്ലൊരു പാറപ്പുറത്തല്ലേ ചവിട്ടി നമ്മൾ കയറണ്ടേ. നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തോൽവി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറ്റും, എനിക്ക് ജയിക്കാൻ പറ്റും. നമ്മൾ ദൈവത്തെ അത്ര അടുത്തറിഞ്ഞിട്ടില്ല. ഒരു വചനത്തിൻ്റെ സ്പാർക്കുണ്ടായിട്ടുണ്ട്. കൂടുതലായി നമ്മൾ ദൈവത്തെ അടുത്തറിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സ് ബലഹീനമായിപ്പോയി. അപ്പോൾ പിശാച് എന്നോട് പറഞ്ഞു, അപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു ചിന്ത ഇതാണ്, നിനക്ക് ഒരിക്കലും നിൻ്റെ പിതാവിൻ്റെ മുഖത്ത് ചിരി കാണാൻ പറ്റത്തില്ല. നീ ജീവനോടിരിക്കുന്ന കാലം മുഴുവനും എന്നും നീ നിൻ്റെ അപ്പൻ്റെ മുഖം ഇങ്ങനെ വ്യസനത്തോടിരിക്കുന്നേ കാണത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നിൻ്റെ അപ്പൻ്റെ മുഖത്ത് ചിരി നിനക്ക് കാണണമെങ്കിൽ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞുതരാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ, അപ്പൻ്റെ മുഖത്ത് ചിരി കാണണം എന്നുള്ള ചിന്തകൾ വരാൻ തുടങ്ങി. പെട്ടെന്ന് ഉള്ളിലേക്ക് പൊട്ട ചിന്തകളാണ് വരുന്നത് കേട്ടോ. ഉള്ളിലേക്ക് വന്നൊരു ചിന്തയാണ്, നീ മരണവീട് കണ്ടിട്ടുണ്ടോ? ആളുകൾ മരിക്കുമ്പോൾ ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര വേദനയാണ്, കൂട്ടക്കരച്ചിലുണ്ടാകും. ബോഡി എടുക്കുമ്പോൾ കൂട്ടക്കരച്ചിലാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഒരു സ്നാക്സൊക്കെ വരുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം വരും. പിന്നെയും കുറച്ച് ആഴ്ചകൾ മാസങ്ങൾ കഴിയുമ്പോൾ മനുഷ്യന് ദൈവം മറക്കാനൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് മറക്കും, എല്ലാം മറക്കും, ചിരിയൊക്കെ വരുന്നേ എന്ന ദുഷ്ടനായ പിശാച് എൻ്റെ അകത്ത് മന്ത്രിക്കാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പിശാചാണെന്നോ ഇങ്ങനെയുള്ള ചിന്തകൾ തെറ്റാണെന്നൊന്നുമില്ല. എൻ്റെ അപ്പൻ്റെ മുഖത്ത് ചിരി കാണണം. എൻ്റെ കുടുംബം രക്ഷപ്പെടില്ല, ഞാൻ ജീവനോടിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കുടുംബത്തിന് രക്ഷ ഉണ്ടാകത്തില്ല എന്നുള്ള ചിന്തകൾ എന്നെ ഭരിക്കാൻ തുടങ്ങി. ഞാൻ തൃശ്ശൂരിൽ എൻ്റെ അപ്പയുടെ പെങ്ങളുടെ ഭവനത്തിലാണ് നിന്നാണ് ഞാൻ പഠിച്ചത്. അവരൊക്കെ വിശ്വാസത്തിലാണ്, അവരൊക്കെ രക്ഷയിലേക്ക് വന്നവരാണ്, കൂട്ടായ്മയിൽ പോകുന്നവരാണ്. പക്ഷേ ഞാൻ അന്നും ആ സമയങ്ങളിൽ തൃശ്ശൂരിൽ ഞാൻ പള്ളിയിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ പ്രാർത്ഥനയ്ക്ക് പോയൊരു സമയത്ത് ഞാൻ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തി. അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ BSc നേഴ്സാണ്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. മാരകമായൊരു വിഷം, ഹോസ്പിറ്റലിലെ വിഷമല്ല, എന്നാൽ അവിടെ പഠിച്ചപ്പോൾ തിരിച്ചറിഞ്ഞൊരു വിഷമാണ്, മാരകമായൊരു വിഷമാണ്. അതൊരല്പം ശരീരത്തിൻ്റെ അകത്ത് കിടന്നാൽ ഓൺ ദ സ്പോട്ട് കാർഡിയക് അറസ്റ്റാണ്. ഞാനൊരു സിറിഞ്ചിൽ എൻ്റെ ഈ കൈ കൊണ്ട് എൻ്റെ ഈ കരത്തിൽ കുത്തിവെച്ചു. ഒത്തിരി വട്ടം കുത്തി. എൻ്റെ ശരീരത്തോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ അപ്പൻ്റെ ചിരി കാണണം, എൻ്റെ കൂടെ രക്ഷപ്പെടണം എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല. പിശാച് നമ്മുടെ അകത്ത് കടന്നാൽ, നെഗറ്റീവ് ചിന്തകൾ വന്നാൽ നമ്മുടെ ലക്ഷ്യബോധം നഷ്ടപ്പെടും. നമ്മുടെ ശരീരത്തെ നമുക്ക് കുത്തി നോവിക്കാൻ പോലും മടിക്കത്തില്ല. കാരണം നമ്മുടെ ലക്ഷ്യം മരിക്കണമെന്നുള്ളതായിരിക്കും. അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ വന്നതുകൊണ്ട് ഞാൻ ഒത്തിരി വട്ടം ട്രൈ ചെയ്തിട്ടും എനിക്ക് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പരിശ്രമിച്ചു, പരാജയപ്പെട്ടു. അടുത്ത ദിവസം ഇതുപോലെ അവർ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ വീണ്ടും അതുപോലെ വിഷമെടുത്തു. ഒരല്പം കിടന്നാൽ മതി. ഞാൻ 2.5 ml ആണ് എൻ്റെ ശരീരത്തിനകത്ത് കുത്തിവെച്ചത്. വൈദ്യശാസ്ത്രം പറയുന്നത് ഓൺ ദ സ്പോട്ട് ഡെത്ത് എന്നാണ്. ഞാനത് അകത്ത് കടന്ന ഉടനെ തന്നെ ആ വീടിൻ്റെ മുറ്റത്ത് ഞാൻ താഴെ വീണു. ശക്തമായ നെഞ്ചുവേദന വന്നു. ഞാൻ ചിന്തിച്ചു തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ്
ഞാൻ വേഗം എൻ്റെ ബെഡിലേക്ക് പോയി കിടന്നു. ആരും അറിയണ്ട എന്ന് ചിന്തിച്ച് പോയി ബെഡിൽ പോയി കിടന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, തിരുവെഴുത്ത് പറയുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസാണ് പറഞ്ഞത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൈവം എന്നെ വിളിച്ചു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ശരീരത്തിൽ വളരെ ബലഹീനനായി എൻ്റെ ബെഡിൽ പോയി കിടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് മരിച്ചു എന്നാണ്. കാരണം എൻ്റെ ശരീരം അത്രത്തോളം ബലഹീനമാണ്. ഓൺ ദ സ്പോട്ട് ഡെത്ത് എന്നാണ് വൈദ്യശാസ്ത്രം പറഞ്ഞത്. ഞാൻ എൻ്റെ ശരീരത്തിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എന്നോട് കരുണയുള്ളത് കൊണ്ടും എന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ടും ഞാൻ മരിച്ചില്ല എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ വളരെ ക്ഷീണിതനായി എൻ്റെ ബെഡിൽ കിടക്കുകയാണ്. ചിന്തകൾ വീണ്ടും എന്നെ തകർക്കാൻ തുടങ്ങി. കാരണം ഞാൻ ഇത്രത്തോളം എൻ്റെ ശരീരത്തിൽ മരിക്കത്തക്ക വണ്ണം വിഷം കുത്തിവെച്ചിട്ടും ഞാനിങ്ങനെ മരിക്കാതെ വളരെ ശാരീരികമായി തകർന്നവനായി കിടക്കുന്നത് എനിക്ക് വീണ്ടും ഭാരമായി. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ക്ഷീണിതനായി കിടക്കുന്നത് കണ്ട് എൻ്റെ വീട്ടിലെ ചാച്ചനും ആൻറ്റിയും, അന്ന് തൃശ്ശൂരിലൊരു കൺവെൻഷൻ നടക്കുന്ന സമയമാണ്, എന്നെ ആ കൺവെൻഷന് വിളിച്ചുകൊണ്ടുപോയി. ഏകദേശം ഒരു 500-ലധികം ആളുകൾ പങ്കെടുക്കുന്ന സുവിശേഷ യോഗത്തിൽ ഞാൻ ആ സദസ്സിൽ പോയി ഇരിക്കുകയാണ്. എൻ്റെ ഇടത്തും വലത്തും മുൻപിലും പുറകിലും ആളുകൾ വന്നിരിക്കുന്നുണ്ട്. ചാച്ചനും ആൻറ്റിയും എൻ്റെ അടുത്തുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും അറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നതെന്ന്. അവിടെ ആ കൺവെൻഷൻ തുടങ്ങുകയാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വിളിച്ചു പറഞ്ഞു. സുവിശേഷ പ്രസംഗം ആരംഭിക്കുന്നത് ഒരു വചനം പ്രസംഗിച്ചുകൊണ്ടാണ്. കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ പ്രസംഗിച്ചത്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ തലകുനിച്ചിരിക്കുകയാണ്. ഞാൻ വളരെ ക്ഷീണിതനാണ്. എന്നാൽ അടുത്ത ശബ്ദം മുഴങ്ങിയത് ഇങ്ങനെയാണ്, മകനെ, നീ മരിക്കേണ്ടതിന് പകരം അവൻ മരിച്ചിരിക്കുന്നു. ആ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചത് സുവിശേഷമാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവരും മരിക്കേണ്ടതിന് പകരമായി യേശു മരിച്ചു. ആ വചനത്തെ ഒന്ന് വ്യാഖ്യാനിക്കുക മാത്രമാണ് ആ കർത്താവിൻ്റെ ദാസൻ ചെയ്തത്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, നീ മരിക്കേണ്ടതിന് പകരം അവൻ മരിച്ചിരിക്കുന്നു. നീ മരിക്കേണ്ട കേട്ടോ. ഇന്ന് ഇങ്ങനെ നീ മരിക്കത്തക്ക വണ്ണം നിൻ്റെ ഉള്ളിൽ ചിന്തകൾ കൊണ്ടുവന്നിടുന്ന പിശാചാണ്. നിൻ്റെ ഇങ്ങനെയുള്ള ചിന്തകളുടെ പുറകിൽ കാരണം പാപമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവശബ്ദത്തിനുമേ തല ഉയർത്തി. കാരണം ഞാൻ അത്രത്തോളം തകർക്കപ്പെട്ടവനായി, ഇനി മരിക്കാതെ നിവൃത്തിയില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തെ അറിഞ്ഞ് സംസാരിച്ചത് ആരാണ്? എൻ്റെ ഇടത്തും വലത്തും മുൻപിലും പുറകിലും ഇരിക്കുന്നവർ പോലും ഇത്ര ചേർന്നിരുന്നിട്ടും എൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ച കാണാതിരിക്കുമ്പോൾ അങ്ങ് ദൂരെ പ്രസംഗിക്കുന്ന മനുഷ്യൻ ആരാണ് എന്നറിയാൻ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. എനിക്ക് മനസ്സിലായി, ആ മനുഷ്യനെ കാണാൻ കൂടി പറ്റുന്നില്ല, അങ്ങ് ദൂരെയാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ അടുത്തറിയുന്ന ആരോ ഇവിടെയുണ്ട്. എൻ്റെ ഹൃദയമറിഞ്ഞ്, എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണമറിഞ്ഞ് അകത്ത് കിടന്ന് വിഷം കണ്ട് സംസാരിക്കുന്ന ആരോ ഉണ്ട്. ഞാൻ ആ വചനം സംസാരിക്കുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണ്. അത് ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലതാണ്. എനിക്ക് മനസ്സിലായി, എന്നെ അറിയുന്നത് യേശുവാണ്. ഇന്നലകളിൽ എന്നെ സ്പർശിച്ചവൻ തന്നെയാണ് ഇന്ന് പകലും എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ വചനത്തിന് മുമ്പിൽ വളരെ ശ്രദ്ധയോടെ ഇരുന്നു. എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടായി, വലിയ സമാധാനമുണ്ടായി. എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണത്തെയൊക്കെ ഞാൻ മറന്ന് ആ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കാൻ തുടങ്ങി. 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിനൊടുവിൽ ഞാൻ ആ കസേരയിൽ എഴുന്നേറ്റത് പൂർണ്ണ ബലത്തോടെയാണ്. വളരെ ക്ഷീണിതനായിട്ടാണ് ആ പുൾപിറ്റ് അവിടെ ആ സദസ്സിൽ വന്നതെങ്കിൽ ഞാൻ എഴുന്നേറ്റത് പൂർണ്ണ സൗഖ്യത്തോടെയാണ്. എനിക്കറിയാം, എൻ്റെ ശരീരത്തിൽ വിഷമുണ്ട്, എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടായി, എൻ്റെ ശരീരം മുഴുവൻ തളർന്നിരിക്കുന്നു എന്ന് എനിക്കറിയാം. നല്ല സുബോധത്തോടെയാണ് ഞാൻ അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ വചന കേൾവിക്ക് ശേഷം എൻ്റെ ശരീരത്തിൽ വന്ന വിടുതൽ തൊട്ടറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമാണ് വീണ്ടും എന്നെ തൊട്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ നാവിൽ എനിക്ക് ബലഹീനതയുണ്ടായിരുന്നു, എനിക്ക് സംസാരിക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായി, മനസ്സ് തകർന്ന് രക്ഷിക്കുന്നവനായ യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ നാവിനെ തൊട്ടെങ്കിൽ ഇന്ന് ആ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എന്നെ തൊട്ടത് എൻ്റെ അകത്ത് കടന്ന വിഷത്തെ നിർവീര്യമാക്കിക്കൊണ്ടായിരുന്നു. ദൈവം എനിക്ക് പൂർണ്ണ സൗഖ്യമാണെന്ന് അവിടെ നൽകിയത്. ഞാൻ അന്ന് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ വേഗം പോയി തുറന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു യാക്കോബായ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞാൻ എൻ്റെ വീട്ടിൽ അവിടെയുള്ള ചാച്ചനോടും ആൻറ്റിയോടും പറഞ്ഞു, എനിക്ക് എൻ്റെ യേശുവിനെ എൻ്റെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്, എൻ്റെ യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ തിരുവചന സത്യങ്ങളൊക്കെ ഒത്തിരി ഗ്രഹിച്ചിരുന്ന ഒരാളാണ്.
എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പയുടെ പെങ്ങന്മാരെല്ലാവരും തന്നെ 5 പെങ്ങന്മാരാണ്, അതിൽ 4 പെങ്ങന്മാർ വിശ്വാസമുള്ളവരാണ്. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്തൊക്കെയും പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് ആയിരുന്ന സമയത്തൊക്കെ അവരെന്നോട് ബൈബിൾ വായിക്കണമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ തിരുവെഴുത്തുകൾ വായിക്കാറുണ്ട്. തിരുവെഴുത്തുകളിൽ ഒത്തിരി സംശയങ്ങൾ ഈ പള്ളിയിലെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് വന്ന നിമിത്തം അവിടെയുള്ള വികാരി അച്ഛനോട് ഞാൻ ഒത്തിരി സംശയങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്ന ഒരു പാസ്റ്റ് എനിക്കുണ്ട്. തിരുവചന സത്യമാണ്, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ സത്യമാണ് എന്ന് ഗ്രഹിച്ച ശേഷമാണ് ഞാൻ സത്യത്തിൽ നേഴ്സിംഗ് പഠനത്തിന് പോയത്. യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവമെന്നും യേശുവിലൂടെ മാത്രമാണ് രക്ഷയുള്ളൂ എന്നും ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിരുന്നു. മാനസാന്തരപ്പെടണമെന്നും മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാനാമത്തിൽ സ്നാനമേൽക്കണമെന്ന് ദൈവം എന്നോട് സംസാരിച്ചിരുന്നു. ഞാനത് അവിടെയുള്ള പള്ളിയിൽ വികാരി അച്ഛനോട് സംസാരിച്ചു. എൻ്റെ മാമോദിസ കഴിഞ്ഞതാണ്, നിൻ്റെ സ്നാനം കഴിഞ്ഞതാണ്, നീ ശിശുവായിരുന്നപ്പോൾ കഴിഞ്ഞു എന്ന് എന്നോട് പറഞ്ഞ സമയമുണ്ട്. എന്നാൽ അങ്ങനെയല്ല, എനിക്കിപ്പോഴാണ് പാപബോധം വന്നിരിക്കുന്നത്, എനിക്കിപ്പോഴാണ് മാനസാന്തര അനുഭവം വന്നിരിക്കുന്നത്. എനിക്ക് സ്നാനം വേണമെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് അങ്ങനെ ഒരു സ്നാനം തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ സമയങ്ങളും പിൻപിലുണ്ട്. എന്നാൽ അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നുവെങ്കിലും എനിക്ക് ധൈര്യത്തോടെ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം എന്നെ തൊട്ടപ്പോൾ, എനിക്ക് ദൈവം ജീവൻ നൽകിയപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ അപ്പൻ എന്നെ അറിയുന്നതിനേക്കാൾ, എൻ്റെ അമ്മ എന്നെ അറിയുന്നതിനേക്കാൾ, എൻ്റെ സഹോദരി എന്നെ അറിയുന്നതിനേക്കാൾ എൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ചകളെ അറിഞ്ഞ് എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും, എൻ്റെ യേശുവിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞൊരു തീരുമാനം ഞാൻ എടുത്തു. ആ ആഴ്ചയിൽ തന്നെയാണ് എൻ്റെ സ്നാനം നടന്നത്. ഞാൻ യേശുവിന് ജീവിതം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, 18 വർഷങ്ങൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. ഞാൻ അന്നു മുതൽ ഇന്നു വരെയും എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുകയാണ്, എൻ്റെ യേശുവിന് വേണ്ടി പാടുകയാണ്, എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുകയാണ്. ഓക്കെ പാസ്റ്റർ, ഏതൊക്കെ രീതിയിലാണ് സുവിശേഷ വേല ചെയ്യുന്നത്? പ്രധാനമായിട്ട് പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള ടാലൻറ്റുകൾ എന്തൊക്കെയാണ്, അതൊന്ന് പറയാമോ? പക്ഷേ ഞാൻ അവിടെ നിന്നും തൃശ്ശൂരിൽ നിന്നും വരുന്നത് സൺറൈസ് ഹോസ്പിറ്റലിലേക്കാണ്. അതെ, സൺറൈസിലേക്ക് ഞാൻ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമാണ്. കാരണം എൻ്റെ ദൈവം എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു, എനിക്കൊരു ബലം തന്നു. ആ വിക്കെല്ലാം മാറി. വിക്ക് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ബലഹീനതയുണ്ട്, പക്ഷേ പാസ്റ്റർക്ക് അത് കാണാൻ പറ്റുന്നില്ല, അത് എനിക്കും കാണാൻ പറ്റുന്നില്ല. കാരണം ഈ ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു കൃപയുണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് നമ്മുടെ നാവിൽ ബലം കൽപ്പിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നു, അവൻ ബലമില്ലാത്തവന് ബലം കൽപ്പിക്കുന്ന ദൈവമാണ്, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമാണ്. അപ്പം അങ്ങനെ ദൈവം എനിക്ക് നാവിന് ബലം നൽകി. വിഷം കടന്ന സാഹചര്യത്തിൽ ആ വിഷത്തെ നിർവീര്യമാക്കിക്കൊണ്ട് എൻ്റെ ശരീരത്തിൽ ശക്തി നൽകി. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായിരുന്നു യേശുവിനെ കുറിച്ച് പറയണം. അപ്പോൾ എനിക്ക് ഒത്തിരി നാളിങ്ങനെ സംസാരിക്കാതെ പ്രയാസപ്പെട്ട് വീട്ടിലിങ്ങനെ അടച്ചിരുന്ന ഒരു അനുഭവം ആയിരുന്നുകൊണ്ട് എനിക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഞാൻ സൺറൈസിലുള്ളവർ ഇത് കേൾക്കുന്നുണ്ട്, അവർക്കറിയാം. സൺറൈസിൽ വന്നപ്പോഴൊക്കെ എനിക്ക് കിട്ടിയ വചനങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, എല്ലാവരോടും പറയാൻ തുടങ്ങി. അപ്പം അങ്ങനെ എനിക്ക് എൻ്റെ മേലൊരു വിളിയുണ്ട്. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ളവനാണെന്നൊരു ബോധ്യം എനിക്കുണ്ടായത്. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട്, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഞാനിങ്ങനെ എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയും. യേശു നല്ലവനാണ്, യേശു സ്നേഹമാണ്. വലുതായിട്ടൊന്നും പറയാൻ അറിയില്ല, കുറച്ചൊക്കെ അറിയത്തുള്ളൂ. യേശു രക്ഷിക്കുന്നവനാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണ്. അങ്ങനെയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ഒരു സഹോദരി എൻ്റെ മുൻപിൽ അവിടെ ജോലി ചെയ്യുന്നൊരു സഹോദരിയാണ്, സ്റ്റാഫ് നേഴ്സാണ്, കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. ആ സഹോദരിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, യേശു നല്ലവനാണ്, യേശു സ്നേഹമാണ്. സഹോദരി കേട്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണുനീരൊക്കെ മാറി ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ആ സഹോദരി മടങ്ങുന്നത് ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ആ സഹോദരിയുമായി വീണ്ടും കണ്ടപ്പോഴാണ് ആ സഹോദരി എന്നോട് പറയുകയാണ്, അന്ന് നമ്മൾ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് ആ സഹോദരി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ്. നിങ്ങൾക്കറിയാമോ, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ തല മുതൽ കാല് വരെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. തലച്ചോറിൻ്റെ കേസും കൈകാര്യം ചെയ്യും, ഹാർട്ടിൻ്റെ കേസ് കൈകാര്യം ചെയ്യും, ഓർത്തോ കൈകാര്യം ചെയ്യും, സ്കിന്ന് കൈകാര്യം ചെയ്യും, എല്ലാ അവയവങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളെ കൈകാര്യം ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്റർ അവിടെ ഉണ്ടായിരുന്നിട്ട് കർത്താവ് എന്തുകൊണ്ടാണ് ഈ സഹോദരിയുടെ കേസ് അവിടെ എടുക്കാതിരുന്നത്? അതെൻ്റെ ഒരു ചോദ്യമായിരുന്നു. കാരണം കാഷ്വാലിറ്റിയിലാണ് ആംബുലൻസ് വരുന്നത്. ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ ആ കേസ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നേരെ വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തൊരു സഹോദരി കരയുകയാണ്. അപ്പോൾ ഈ സഹോദരിയുടെ പ്രശ്നം എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ എടുക്കാതിരുന്നത്? അതൊരു ചോദ്യമായിരുന്നു.
അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു ഞാനൊരു സർജനാണ്. ദൈവം അന്ന് എന്നോട് വളരെ ഹൃദ്യമായി സംസാരിച്ചൊരു വാക്കായിരുന്നു, ഞാനൊരു സർജനാണ്, ഞാൻ ഓപ്പറേഷൻ നടത്തുന്ന ദൈവമാണ്, ഞാൻ ഓപ്പറേഷൻ നടത്തുന്നത് എൻ്റെ വചനം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ നടത്താൻ ഉപകരണങ്ങൾ ആവശ്യമാണ്, ഞാൻ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഉപകരണം ആവശ്യമാണ്, എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു നാവ് ആവശ്യമാണ് എന്ന് ദൈവം എന്നോട് ആദ്യമായിട്ട് സംസാരിച്ചൊരു സമയമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു. ഞാൻ ആ ദിവസങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവം എനിക്ക് കൂടുതൽ ഇങ്ങനെ സംസാരിക്കണം. ഞാൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോക്കസ് മുഴുവനും വചനം സംസാരിക്കുക എന്നുള്ളതിലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം സങ്കീർത്തനം 20:4 വെച്ച് പ്രാർത്ഥിച്ച് ഡ്യൂട്ടിക്ക് പോവുകയാണ്. നിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് ഇന്നൊരാളോട് സുവിശേഷം പറയണം, എനിക്കിന്നൊരു ഓപ്പറേഷൻ കാണണം. ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഒത്തിരി ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അതല്ല, ദൈവം ഓപ്പറേഷൻ നടന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാണ് ഞാനത് ജോലിക്ക് പോകുന്നത്. അന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. 5 മണിക്ക് ജോലിക്ക് കയറി 11 മണി വരെ എനിക്ക് ആരോടും ഇങ്ങനെ സുവിശേഷം പറയാനുള്ള ഒരു അവസരം ഒത്തു വന്നില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ചോദ്യം, ദൈവം ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയതാണ്, എൻ്റെ ഉള്ളതിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു ചോദ്യം ഉണ്ടായി. 11 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തുള്ള നേഴ്സ്, ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തുള്ള ഒരു ഇതുണ്ട്, ICU ഉണ്ട്, അത് മറ്റേ പോസ്റ്റ് ഓപ്പറേറ്റീവ് ICU ആണ്. അതിൻ്റെ അകത്തൊരു ഡ്യൂട്ടി നേഴ്സുണ്ട്, അവിടെ 5 പേഷ്യൻറ്റോളം ഉണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ICUയിലേക്ക് ഒരു ഷീറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഷീറ്റ് എടുക്കാൻ വേണ്ടി ആ ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ അവിടെ ഡ്യൂട്ടിയിലായിരുന്ന നേഴ്സ് തൻ്റെ കയ്യിൽ ഒരു സിറിഞ്ച് കൊണ്ട് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഡോറ് തുറന്ന് ചെന്നപ്പോൾ ആ സഹോദരി ഞാൻ വരുന്നത് കണ്ട് ആ സിറിഞ്ച് എടുത്ത് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തേക്ക് തന്നെ ചെന്നു, എന്താ ഇഷ്യൂ എന്നറിയാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ ആ സഹോദരി പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തോ ഞാനിങ്ങനെ ഒരിക്കൽ ഇഞ്ചക്ട് ചെയ്തിരുന്ന ഒരാളായതുകൊണ്ട് എന്തോ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട്, ഇതൊരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ആണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ തന്നെ നിന്നു. സഹോദരി ഒത്തിരി നേരം ഇങ്ങനെ കരഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ദൈവം ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്, ദൈവം വചനം അയക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവം എനിക്ക് തന്ന വചനങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. രാവിലെ ഒരു 3 മണി വരെ, രാത്രി ഒരു 3 മണി വരെ ആ സഹോദരിയോട് സുവിശേഷം പങ്കുവച്ചു. അടുത്ത ദിവസം മോർണിംഗ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന സഭ കളമശ്ശേരിയിൽ അന്ന് പോയിക്കൊണ്ടിരുന്നത് ഫെയ്ത്ത് സിറ്റി ചർച്ചാണ്. എൻ്റെ ദേശത്ത് തിരുവാങ്കുളത്ത് എനിക്ക് ആരാധനിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിരുന്നു, അങ്ങ് ദൂരെ ഉള്ള ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ പൊക്കോ എന്ന് എന്നോട് അനുവാദം തന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. അപ്പം അന്ന് ആ ചർച്ചിൽ ആ സഹോദരിയെ കൊണ്ടുപോയി ഒത്തിരി സന്തോഷത്തോടെ ആ പ്രാർത്ഥന കഴിഞ്ഞ സഹോദരി മടങ്ങുന്നത് കണ്ടപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാനൊരു സർജനാണ്. വീണ്ടും എന്നോട് പറഞ്ഞു, ഞാൻ ഓപ്പറേഷൻ നടത്തുന്നു. ഒത്തിരി ആളുകൾ ഇതുപോലെ തകർക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും വരുന്നില്ല, കാഷ്വാലിറ്റിയിൽ ആംബുലൻസിലൊന്നും അവർ വരുന്നില്ല, പക്ഷേ അവരുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. ഞാൻ തകർന്ന ഹൃദയങ്ങളുടെ മുറിവ് കെട്ടുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ വചനം അയച്ചാണ് ചെയ്യുന്നത്. എനിക്ക് വചനം പറയാൻ നാവ് വേണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വ്യക്തത വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ ദൈവവചനം പറയുന്നതിന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ ഒത്തിരി പേരോട് വചനം പറഞ്ഞു. ഒത്തിരി പേർക്ക് അനുഭവങ്ങളുണ്ടായി. അവിടെ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു, ദൈവം ചെയ്ത ദൈവത്തിന് മാത്രമേ ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ഉപകരണമാണെങ്കിലും പ്രവർത്തിച്ചത് ദൈവമായതുകൊണ്ടും ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ടും എനിക്ക് എൻ്റെ ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു അനുഭവങ്ങൾ പറയുന്നത്. ഞാൻ വെറും ഒരു ഉപകരണമാണ്. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു സഹോദരി സുവിശേഷം പറഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞു, എനിക്ക് സുവിശേഷം കേൾക്കണ്ട. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ആ സഹോദരിക്ക് കുഞ്ഞുങ്ങളില്ല. 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ട് നശിപ്പിച്ച് കളയുന്ന സീനുകളൊക്കെ ഉണ്ട്. അതായത് കുഞ്ഞുങ്ങളെ കളയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അത് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഈ സഹോദരി അതിൻ്റെ നടുവിലിരുന്ന് പൊട്ടിക്കരയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ, സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നമ്മെ വീണ്ടെടുക്കാൻ, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം നിത്യജീവനമുണ്ട്. ഇതാ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അത് നിത്യതയുടെ സന്ദേശമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സഹോദരി പറഞ്ഞു, എൻ്റെ വിഷയം അതല്ലോ, എനിക്കതൊന്ന് കേൾക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, എടാ ഞാൻ 100 വയസ്സുള്ള അബ്രഹാമിന് കുഞ്ഞിനെ കൊടുത്ത ദൈവമാണ്, 25 വർഷം കാത്തിരുന്നവന് കുഞ്ഞിനെ കൊടുത്ത ദൈവമാണ്. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ട്, നീ ധൈര്യമായിട്ട് അവളോട് പറഞ്ഞോ, ഞാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ സഹോദരി അടുത്ത് ചെന്ന് പറഞ്ഞു, ദൈവത്തിന് സകലതും കഴിയും. സഹോദരി ആദ്യം സ്വീകരിച്ചില്ല. അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിൽ സഹോദരിയോട് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ട്.
ഈ തിരുവെഴുത്ത് നമുക്ക് തരുന്നൊരു ഉറപ്പാണ്. നിങ്ങളുടെ വിഷയം അത് എത്ര പഴക്കമുള്ളതാണെങ്കിലും, അത് എത്ര അസാധ്യമാണെങ്കിലും, വൈദ്യശാസ്ത്രം തള്ളിയതാണെങ്കിലും, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? നിങ്ങളെ കൊണ്ട്, അതായത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരും, ഞാനത് പരിഹരിച്ചു തരാമെന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, പക്ഷേ യേശു കർത്താവ് പറഞ്ഞത് 25 വർഷമായി കാത്തിരുന്ന അബ്രഹാമിന് ദൈവം കുഞ്ഞിനെ കൊടുത്തു എന്നാണ്. അപ്പോൾ കർത്താവിന് കുഞ്ഞിനെ തരാൻ പറ്റും, നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് അങ്ങനെ വചനം പറഞ്ഞെങ്കിലും സഹോദരി കേട്ടെങ്കിലും അന്ന് പോസിറ്റീവായിട്ട് സഹോദരി പ്രതികരിച്ചില്ല. വീണ്ടും തുടർമാനമായി 2-3 ദിവസങ്ങൾ ഇങ്ങനെ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ആ സഹോദരി വളരെ ഭാരത്തോടെ പൊട്ടിക്കരയുന്ന ഒരനുഭവത്തിൽ എന്നോട് പറഞ്ഞു, നിൻ്റെ ദൈവം പ്രവർത്തിക്കുമോ? നിൻ്റെ ദൈവം പ്രവർത്തിക്കുമെങ്കിൽ നിൻ്റെ യേശുവിനെ ഞാനൊന്ന് പരീക്ഷിക്കാൻ പോവാണ് എന്നാ സഹോദരി പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സഹോദരി, എൻ്റെ യേശുവിനെയാണ് നിങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തിരുവെഴുത്ത് പറയുന്നുണ്ട്, യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും അത്ഭുത വിടുതൽ കണ്ട ചരിത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നിങ്ങൾ കാണാൻ പോവുകയാണ്. സഹോദരിയോട് പറഞ്ഞു, 1 മാസമെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷ നോക്ക്. കാരണം ആ സഹോദരിക്ക് യേശുവിനെ അത്ര പരിചയമില്ല, യേശുവിനെ ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിലൊന്നും അല്ല സഹോദരി വളർന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സഹോദരിയോട് പറഞ്ഞു, ഈ 1 മാസം യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, ഈ 1 മാസം യേശുവിനെ മാത്രം ആരാധിക്കണം എന്നൊക്കെ ഞാൻ സഹോദരിയോട് പറഞ്ഞു. അങ്ങനെ ആ സഹോദരി 1 മാസം ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം ഓപ്പറേഷൻ നടത്തുന്ന ദൈവമാണ്. നിങ്ങളുടെ എത്ര അസാധ്യങ്ങളാണെങ്കിലും അതിനെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് ആ സഹോദരി എന്നെ വിളിച്ചത്. ആ സഹോദരി പറഞ്ഞു, ഈസ, ഞാൻ നിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, 100% വിശ്വസിക്കുന്നു, നിൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവർ, 9 വർഷമായിട്ട് വൈദ്യശാസ്ത്രത്തിന് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയത്തെ ദൈവം പരിഹരിച്ചു എന്നുള്ളതാണ്. ദൈവം ആ സഹോദരിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഊനമില്ലാത്ത ആരോഗ്യമുള്ളൊരു പൈതലിനെ ദൈവം കൊടുത്തു. 1.5 മാസം കൊണ്ട് ഉദരത്തിൽ നന്മ കൊടുത്ത് കരങ്ങളിലെടുത്ത് ഊനമില്ലാത്ത ഒരു പൈതലിനെ കരങ്ങളിലെടുത്ത് സ്തുതിപ്പാൻ ദൈവം അവർക്കൊരു ഭാഗ്യം. ദൈവം എന്നോട് വീണ്ടും പറഞ്ഞു, ഞാനൊരു സർജനാണ്. അപ്പോൾ ദൈവം എൻ്റെ അകത്ത് വളരെ ഹൃദ്യമായി എന്നോട് സംസാരിച്ചു. ദൈവം നമ്മളോട് എല്ലാവരോടും സംസാരിക്കും ദൈവമാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം സംസാരിക്കും, വചനങ്ങളിലൂടെ സംസാരിക്കും. അങ്ങനെ ദൈവം എനിക്കൊരു ഉറപ്പ് തന്നു. അതിനുശേഷമാണ് ഞാൻ അവിടെ നിന്ന് മസ്കറ്റിലേക്ക് ജോലിക്ക് പോകുന്നത്. മസ്കറ്റിൽ 2 വർഷമാണ് ജോലി ചെയ്തത്. എനിക്ക് അവിടെ അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സാലറിയിലൊന്നും ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം വചനത്തെ ടേസ്റ്റ് ചെയ്ത ഒരാൾക്ക് ബൈബിൾ പറയുന്നുണ്ട്, അനവധി സമ്പത്തിലും വെള്ളിയിലുമൊക്കെ സൽകീർത്തിയും കൃപയുമാണ് നല്ലതെന്ന്. ഈ ദൈവത്തിൻ്റെ കൃപ രുചിച്ചറിഞ്ഞ ഒരാൾക്ക്, വചനത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ ഒരാൾക്ക് ഈ ഭൂമിയിലുള്ളതൊന്നും അത്ര വിലയുള്ളതായി ഫീൽ ചെയ്യത്തില്ല. കാരണം വചനത്തിൻ്റെ രുചി വലുതാണ്. അത് തേനിലും തേൻകട്ടയേക്കാളും മധുരമുള്ളതാണ്. അവിടെ ഞാൻ 2 വർഷം ജോലി ചെയ്തു. 2 വർഷം തന്നെ വളരെ സ്ട്രഗിൾ ചെയ്താണ് ജോലി ചെയ്തത്. എനിക്ക് സാലറി ഉണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ സർജറി കാണാൻ പറ്റുന്നില്ല. അവിടെ ഈ വചനം പങ്കുവയ്ക്കാൻ അവസരങ്ങൾ കുറവാണ്. അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കാരണം ഈ വചനം പറഞ്ഞ് ഈ സർജറി നടക്കുന്നത് കണ്ട്, ഒരു ദൈവപ്രവൃത്തി കണ്ട് അതിലൊരു തൃപ്തി വന്നതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണാനുള്ള കൊതിയായി. അങ്ങനെ ഞാൻ 2 വർഷം അവിടെ ജോലി ചെയ്തു. ദൈവത്തിൻ്റെ വിളി എൻ്റെ അകത്ത് മുറുകാൻ തുടങ്ങി. എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാതെ, ഈ വചന ശുശ്രൂഷ ചെയ്യാതെ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന ശേഷം ഞാനിങ്ങനെ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. BSc നേഴ്സായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്, ഒത്തിരി പണം മുടക്കിയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് വീട്ടിൽ പെട്ടെന്ന് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നു എന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ അകത്ത് തീരുമാനമുണ്ടെങ്കിലും എനിക്ക് അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട വന്നു. 1.5 വർഷത്തോളം എനിക്ക് യൂബർ ടാക്സി ഓടിച്ച് ഞാൻ ഉപജീവനം കഴിച്ചു. ഞാനന്ന് കുടുംബസ്ഥനാണ്. ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. ആ സമയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ആവശ്യങ്ങളൊക്കെ മുൻപിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ജോലി ചെയ്തു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി ഇടിക്കാൻ തുടങ്ങി. ഇടിയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇടിക്കാൻ തുടങ്ങി. ഒരു ദിവസം 3 പ്രാവശ്യം വണ്ടി ഇടിച്ചു. 3 പ്രാവശ്യം വണ്ടി ഇടിച്ച് എനിക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. കൈ വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ വന്നു, കാറ് മുറ്റത്തിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ, ഞാനും എൻ്റെ ഭാര്യ BSc ഒപ്റ്റോമെട്രിയാണ്, അവളും ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ഞങ്ങൾ 2 പേര് വന്ന് 2017 സെപ്റ്റംബർ 1 2018 സെപ്റ്റംബർ 1
ഞങ്ങൾ രണ്ടുപേരും ജോലി വിട്ടു, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അന്നു മുതൽ ഈ നിമിഷം വരെ ഇപ്പോൾ 7 വർഷമായി ഞങ്ങൾ പൂർണ്ണസമയ ശുശ്രൂഷയിലാണ്. ഞാൻ കടുത്തുരുത്തി എബനസർ ബൈബിൾ കോളേജിൽ MD പഠനം പൂർത്തീകരിച്ചു. IPC വെട്ടിക്കൽ മോറിയ സഭയിൽ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ശുശ്രൂഷിക്കുന്നു. അപ്പോൾ തന്നെ നിത്യജീവമൊഴികൾ എന്നൊരു പേരിൽ ഒരു ദൈവവചന സന്ദേശം അത് എല്ലാ പ്രഭാതത്തിനും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സഭ ഒരു മിഷണറി ചർച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർഷത്തിലും മിഷൻ യാത്രകളുണ്ട്. അങ്ങനെ 7ഓളം മിഷൻ യാത്രകൾ ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകി. കുടുംബമായിട്ട് 2 പ്രാവശ്യം യാത്ര ചെയ്യാൻ സഹായിച്ചു. അതല്ലാതെയും എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ദാസന്മാരോട് കൂടെ യാത്ര ചെയ്യുവാനായിട്ട് ദൈവം കൃപ നൽകി. നേപ്പാളിലും അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ദൈവത്തിൻ്റെ കൃപയാൽ കൺവെൻഷനുകൾ നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ 2026 അത് വീണ്ടും നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ നടക്കാൻ പോകുന്ന 6ാമത്തെ കൺവെൻഷനാണ്. ദൈവം ഞങ്ങളുടെ കുടുംബത്തെ മാനിച്ചു. ഒരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. 5 പ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം പിന്നാമ്പറങ്ങളിലുണ്ട്. ഇന്ന് ദൈവം ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു. ദേശത്ത് പ്രാർത്ഥന നടക്കുന്നൊരു ഭവനമായി, സുവിശേഷം നടക്കുന്നൊരു ഭവനമാക്കി ദൈവം ഞങ്ങളെ മാനിച്ചു. ദേശത്ത് നിന്ന് ഭാരപ്പെടുന്ന വേദനിക്കുന്ന ആളുകളൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തത്തക്കവണ്ണം ദൈവം ഞങ്ങളുടെ കുടുംബത്തെ മാനിച്ചു. ഓക്കെ, ഇനി എന്താണ് പാസ്റ്ററുടെ അടുത്ത പദ്ധതികളൊക്കെ എന്താണ്? നമ്മുടെ നാളുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇതുവരെ നടത്തി ദൈവത്തിൻ്റെ നിയോഗത്താലാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരം തന്നെ മുൻപോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസനോടുകൂടെ പാസ്റ്റർ KP വർഗീസിനോട് കൂടെയാണ് വെട്ടിക്കലിൽ ശുശ്രൂഷയിലായിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ടൊരു അഭിഷിക്തനാണ്. ദൈവദാസന് ദൈവം നൽകിയൊരു ദർശനമാണ് MFAN എന്ന് പറയുന്നത്, മിഷൻ ഫോർ ഓൾ നേഷൻസ്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് ഒത്തിരി മിഷൻ യാത്രകളും പ്രവർത്തനങ്ങളും മുൻപിലുണ്ട്. അങ്ങനെ സഭയോട് ചേർന്ന് ശുശ്രൂഷിക്കാനാണ് ഇപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നത്. പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ള ടാലൻറ്റുകൾ എന്തൊക്കെയാണ്? ടാലൻറ്റുകൾ എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ചർച്ചിൽ പാട്ട് പാടാറുണ്ട്. ഒരു പാട്ട് ഒന്ന് പാടാമോ? തീർച്ചയായിട്ടും പാടാം. ദൈവം എന്നെ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ദൈവം നിർത്തിയത് കൊണ്ട് മാത്രമാണ്. വേറെ ഒന്നും പറയാനും പുകഴാനുമില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം പോലെ ഈ വചനം പ്രസംഗിച്ചത് കൊണ്ടാണ്. നിത്യജീവ മൊഴികൾ എന്ന പേരിൽ 1700 എപ്പിസോഡുകൾ എൻ്റെ വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്ത് വിട്ടതാണ്. ഇന്നും അത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വചനമാണ് എന്നെ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്പർശിച്ചതും എൻ്റെ ജീവിത അനുഭവവും കലർന്നു വരുന്നൊരു പാട്ടുണ്ട്. അത് പാടി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിന് താങ്ങലാകും. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിന് താങ്ങലാകും. തായി മറന്നാലും മറക്കില്ല ഞാനെൻ ഓതിയ ദൈവമെൻ കൂടെയുണ്ട്. തായി മറന്നാലും മറക്കില്ല ഞാനെൻ ഓതിയ ദൈവമെൻ കൂടെയുണ്ട്. കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തൻ നിശ്ചയം. കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തൻ നിശ്ചയം. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമാനേക്കാൾ സുന്ദരമാം സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. വൈകല്യമൊന്നും സാരമില്ല.
വയ്യായ്മകളും സാരമില്ല. ഓക്കെ പാസ്റ്റർ, എന്തായാലും ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ് വലിയൊരു ഭാഗ്യമായി കണക്കാക്കുന്നു. പാസ്റ്റർ ഓക്കെ പാസ്റ്റർ, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ദൈവം പാസ്റ്ററെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.